ഞങ്ങള് കേസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. വാ ആന്റി, കേറിയിരിക്കെ. വാടി. പിന്നെ എന്തു പറയുന്നു? നവീനെ മുറയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ അല്ലേ? കല്യാണം പറഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ ഗൗരി ചേച്ചി, സമയാവട്ടെ. ദേവിക പറഞ്ഞത് നേരാ, നീ അവളെ പോലെ അല്ലല്ലോ. വാ. രാധിക എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങള് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ ഒന്നും വന്ന് അന്വേഷിച്ചില്ലല്ലോ. ഇന്ന് പോകാൻ നാളെ പോകാന്ന് പറഞ്ഞ് മാറ്റി മാറ്റി അങ്ങ് വെക്കും. ഇന്നിപ്പോ മാധവേട്ടൻ പറഞ്ഞു ഒന്ന് പോയിട്ട് വരാൻ. അതെന്തായാലും നന്നായി. അന്യരുടെ വീടൊന്നുമല്ലല്ലോ. ദേവിക മോളെ കെട്ടിച്ചു വിട്ടത് ചന്ദ്രോത്താണെങ്കിലും ഇത് പ്രഭക്കുഞ്ഞിന്റെ വീടാ. പിന്നെ ഇളയ മോളെ ഞങ്ങളിങ്ങോട്ട് എടുക്കല്ലേ. ശാരികെ, സുഖമായിട്ടിരിക്കുന്നു മോളെ? ആ, സുഖായിരിക്കുന്നു. ശാരിയുടെ നവീന്റെ കല്യാണം നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രഭയോടാ. പഠിത്തം കഴിഞ്ഞു മതിയെന്ന് ബലം പിടിച്ച് നിൽക്കായിരുന്നു ശാരി. പ്രഭയുടെ ഒറ്റ ഫോൺ വിളിയില്ല കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എല്ലാം നന്നായിട്ട് വരട്ടെ. ആ, പ്രഭ ഇവിടെ പോവുമല്ലേ? പോയിട്ട് വരൂ, ഞങ്ങൾ വൈകിട്ടേ പോവൂ. ഞാൻ മിനിസ്റ്റർ മേരി തോമസിനെ ഒന്ന് കാണാൻ പോവാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. എന്നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതായി. എന്നാലും ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. ദേ വീണ്ടും തുടങ്ങി. ഇങ്ങനെ നിരാശപ്പെടരുന്ന് പറഞ്ഞതല്ലേ കുഞ്ഞെ? കേസും അതൊക്കെ ഇനിയും കിടക്കുക. പിന്നല്ലാതെ മുമ്പ് മീരയുടെ കേസില് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഓർമ്മയില്ലേ? ഒക്കെ അവസാനിച്ചു എന്ന് ഉറപ്പിച്ചതല്ലേ? എല്ലാം കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലല്ലേ നമ്മൾ അന്ന് നിന്നത്? അവസാനം സത്യം തെളിഞ്ഞില്ലേ? ഇതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കുന്ന സമയത്ത് എല്ലാം ശരിയാവും പറയും. കുറച്ച് കഴിയുമ്പോ വീണ്ടും മനപ്രയാസാവും. മീരയുടെ കേസ് പോലെ അല്ലിത്. അന്ന് തോൽവിയുടെ വക്കിൽ വന്നിട്ട് നമ്മൾ ജയിക്കായിരുന്നു. ഇത് തിരിച്ചാ, ജയത്തിന്റെ തൊട്ടടുത്തെത്തിയതല്ലേ. ഉച്ചയ്ക്ക് കോടതി പിരിയുമ്പോ ജയമുറപ്പിച്ച് പലരെയും വിളിച്ച് വിധി വന്നതുപോലെ തന്നെ സന്തോഷിച്ചതല്ലേ. ഒരു നിമിഷം കൊണ്ട് എല്ലാം തലകുത്തനെയായി. തലകുത്തനെ വീണതേ തിരിഞ്ഞ് നേരെ വരും. നോക്കിക്കോ, നമ്മൾ തന്നെ ജയിക്കും. ആന്റി വേഗം ചെല്ല്, മിനിസ്റ്ററെ കാണേണ്ടതല്ലേ. ശരി, നിങ്ങളിരിക്കെ, സംസാരിക്കേ. ഞാൻ ഇറങ്ങാം. ചന്ദ്രത്തിന്റെ വീഴ്ച ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. ഒന്നുമില്ല, ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. നിങ്ങൾ അകത്തോട്ട് വന്നേ. വാ രാധികേ, മക്കളെ വാ.
ഞാൻ ബെല്ലടിച്ചപ്പോ തുറക്കാൻ താമസിച്ചതെന്താ? നീ മുകളിൽ പോയിരുന്നു അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ?
മുകളിൽ പോയിരുന്നോന്ന്. ഞാൻ മാഡത്തെ കുറെ നേരം വിളിച്ചു, കിട്ടിയില്ല. അപ്പോ അപ്പോ ആ സമയത്ത് മുകളില് നിർത്താതെ ബെൽ ശബ്ദം കേട്ടു. എന്നിട്ട് പറ, എന്നിട്ട് എന്താ ഉണ്ടായേ? ഞാൻ മുകളിൽ പോയി. നീ കതക് തുറന്നോ? ബെൽ ശബ്ദം നിർത്താത്തതുകൊണ്ട്. കതക് തുറന്നോ? നീ തുറന്നോന്ന്? തുറന്നു. മുറിക്കകത്ത് കയറിയോ? എടി, നീ പോയി കതക് തുറന്നു അല്ലേ? മാഡം, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല അല്ലേ? എന്താ? ഒന്നുമില്ലടാ, കൂൾ. ഒന്നുമില്ലടാ, നീ കൂളോ, റിലാക്സ്. ഒന്നുമില്ലടാ, ഒന്നുമില്ലടാ. ഒന്നുമില്ലടാ, നീ കൂളാവ. റിലാക്സ്. കൂൾ. മെഡിക്കൽ കോളേജിലെ മീറ്റിംഗ് 2 മണിക്കല്ലേ? അതെ. അത് അറേഞ്ച് ചെയ്തോളൂ. അല്ല മാഡം, പ്രഭാവതി മാഡം കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. ശരി മാഡം. മിനിസ്റ്റർ, മാഡം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ടെൻഷനാ പെട്ടെന്ന് മനസ്സിൽ വന്നേ. പ്രഭ മാഡത്തെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട്. കേസിന്റെ കാര്യം ഓർത്തിട്ടാണോ? 100% പ്രതീക്ഷയോടെ ഞാൻ കോടതി വിധിക്ക് വേണ്ടി കാത്തിരുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചു.
പല മീറ്റിങ്ങുകളും മാറ്റിവെച്ചു. പക്ഷേ ത്യാഗരാജനും ആ വക്കീലും ചതിച്ചു. വീട്ടിലെല്ലാവരും ആശ്വസിപ്പിച്ചു, ഒക്കെ ശരിയാവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഒരു സമാധാനം കിട്ടാത്ത പോലെ. മേരി തോമസിനെ കണ്ട് കുറച്ചൊന്ന് സംസാരിക്കാന്ന് കരുതി വന്നതാ, സ്ട്രെസ് ഒന്ന് കുറയാൻ. വാ മാഡം ഇരിക്കെ. മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഒന്നും വേണ്ട മിനിസ്റ്റർ. ചന്ദ്രമതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കേസിന്റെ വിധിയേക്കാൾ ചന്ദ്രമതിയുടെ അവസ്ഥയിലാ എനിക്കിപ്പോ ആശങ്ക. ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. പോലീസ് പ്രൊട്ടക്ഷനിൽ ഗസ്റ്റ് ഹൗസിലുണ്ട്. ത്യാഗരാജനോ അതുപോലെ മറ്റാരു വന്നാലും കാണാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ത്യാഗരാജൻ ഇനി ചന്ദ്രമതിയെ തിരിഞ്ഞു പോലും നോക്കില്ല. അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. ചന്ദ്രമതിയുടെ മൊഴിക്ക് കോടതിയിൽ സാധുതയില്ലാതായി. ബലരാമന്റെ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശവും അവന് തന്നെ കിട്ടും. പിന്നെ കമ്പനി ആസ്തികളുടെയും ഉടമസ്ഥൻ ത്യാഗരാജൻ തന്നെയാവും. അവരുടെ ഭാഗത്തുനിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെന്റ് ആയിപ്പോയി. മെന്റൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഇങ്ങനെയുള്ളൊരു ചതിക്ക് കൂട്ടുനിൽക്കാന്ന് വെച്ചാ മന്ത്രിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ലേ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽ വരില്ലേ അത്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. ഡോക്ടറെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് ആരോപണം വന്നേക്കാം. പക്ഷേ വ്യക്തിപരമായിട്ട് ഒരന്വേഷണം നടത്തുന്നുണ്ട്. എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാ. ഈ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ സർവീസിലുണ്ടാവില്ല. എനിക്കൊരു മകളുണ്ടെന്ന് അറിഞ്ഞതുൾപ്പെടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്ന ഒരു ഘട്ടത്തിലൂടെയാ ഞാനിപ്പോ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം വല്ലാതെ കൂടിയിട്ടുണ്ട്. ദൈവം എവിടെയോ ആശ്രയമായിട്ടുണ്ടെന്ന് ഒരു തോന്നൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഒരു തോന്നൽ. ആ വിശ്വാസം വെച്ച് ഞാൻ പറയാ, മാഡത്തെ അല്ല, നമ്മളെ ദൈവം കൈവിടില്ല. നന്ദ, മുരളി വിളിക്കാറുണ്ടോ? ആ, ഇന്നലെ വിളിച്ചിരുന്നു. ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനോട് സെറ്റായി. അവനെന്തായാലും രക്ഷപ്പെട്ടു. നല്ല ശമ്പളത്തില് ഗൾഫിൽ വല്ല വേക്കൻസിയും കിട്ടുമോന്ന് ഞാനും നോക്കുന്നുണ്ട്. പിന്നെ നന്ദൻ എന്തായാലും ഹെവി ലൈസൻസ് കൂടി എടുക്കാൻ നോക്ക്. KSRTCയിലോ മറ്റോ കയറിയ ഗുണം ഉണ്ടാവും. ഗണേശേട്ടാ, CP സാർ വിളിക്കുന്നുണ്ട്. ആ ദേവി. നന്ദു, എന്താ ദേവി? നന്ദു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ മുകളിലത്തെ നിലയില് ശബ്ദം കേൾക്കാറുണ്ടെന്നൊക്കെ. ഇന്ന് ഞാൻ ശബ്ദം കേട്ട് അവിടെ പോയി. എന്നിട്ട് അവിടെ പോയി നോക്കി ഞാൻ. അവിടെ ഹലോ ഹലോ ദേവി, ഹലോ. സോറി മാഡം, എന്നൊന്നും ചെയ്യരുത്. അവിടെ ഒരാളെ കണ്ടപ്പോ പേടിച്ചുപോയി. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ഹസ്ബൻഡിനെ അറിയിച്ച ഒരാശ്വാസം കിട്ടുമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. സോറി മാഡം, എന്നൊന്നും ചെയ്യരുത്. ഇനി മേലിന് മുകളിലേക്ക് പോവില്ല.
ഇനി ഒരു അക്ഷരം മിണ്ടരുത് നീ. പോ, പൊയ്ക്കോ. എനിക്കിനി നിന്റെ സേവനം വേണ്ട. മാഡം, ഒരല്പ അനുസരണ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ധിക്കാരം കാണിക്കോ? എനിക്ക് നിന്റെ ജീവിത രീതിയിലല്ല പോകുന്നിടത്ത് പെരുമാറേണ്ടത്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് നിന്റെ ഉള്ളില് കുറച്ചെങ്കിലും നന്മയുണ്ടാവും കരുതിയിട്ടാ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാ. അയ്യോ മാഡം, ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം.